എല്ലാ കൂട്ടുകാർക്കും J4 ജേനിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഇരിക്കുന്ന കിളിയുടെ കഥയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞങ്ങളുടെ ചെടിച്ചട്ടിയിൽ ഞങ്ങളുടെ തന്നെ സമ്മതമില്ലാതെ ആൾ ചെറിയ രീതിയിൽ കൂടൊക്കെ ഒരുക്കി താമസാക്കിയിരിക്കുകയാണ്. എന്തായാലും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ജോക്കൂനും മാൾട്ടിക്കും വലിയ സന്തോഷമായിട്ടോ. രാവിലെ എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഇതിനെ നിരീക്ഷിക്കലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിനോട് വർത്തമാനം പറയലൊക്കെ അവരുടെ മെയിൻ ഹോബി. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു കാഴ്ച കണ്ടത്. 2 കുഞ്ഞു കിളിമുട്ട. ഇത് കണ്ടതോടുകൂടി ജോക്കും മാളൂട്ടിയുടെ സന്തോഷം പറയണ്ടല്ലോ. ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. അതിൻ്റെ ഒരു ത്രില്ലിങ്ങിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ കിളി പറന്നു പോയ സമയം നോക്കി ജോക്ക് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടൊഴിച്ചു. ദൂരേക്കൊന്നും അത് പോയിട്ടില്ല കേട്ടോ, അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ശല്യം പോയി എന്നറിഞ്ഞപ്പോൾ അത് തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിവസം വന്നു കേട്ടോ. 2 കുഞ്ഞു മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞു കിളികൾ വന്നു. അപ്പോൾ അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും സന്തോഷത്തിലൊക്കെയാണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ് അതിനെ നോക്കാൻ നിൽക്കുന്നെങ്കിലും കിളി കുറച്ച് ഗൗരവത്തിലാണ് കേട്ടോ. അതിൻ്റെ കുട്ടികളെയും അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദേഷ്യത്തിലാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. എപ്പോഴെങ്കിലൊക്കെ അത് പറന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികളെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആകാംക്ഷയോടെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. എന്നാലും എന്തൊരു അത്ഭുതമാണല്ലേ, ഇങ്ങനെ ചെറിയൊരു കപ്പിൻ്റെ അകത്ത് കൂടൊക്കെ വെച്ച് 2 മുട്ടയിട്ട് അതിൽ അടയിരുന്ന് കുഞ്ഞ് വിരിയുക എന്നൊക്കെ പറയണത്. ഞങ്ങൾക്ക് എത്ര പറഞ്ഞിട്ടത് ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാറുന്നില്ല. നമ്മൾ കാത്തിരുന്ന ദിവസം വന്നു കേട്ടോ. കിളി പോയ സമയം ഇതാണ് നമ്മുടെ കുഞ്ഞു മുട്ട വിരിഞ്ഞിട്ടുള്ള കുട്ടികൾ. എന്തൊരു ക്യൂട്ടാണല്ലേ കാണാനായിട്ട്. ജോക്കോൻ്റെ മാളുട്ടിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസുമാണ് അത്. എന്താ പറയുക, ഒരു അത്ഭുതത്തോടെ മാത്രമേ ഇതിനെ കാണാനും നമുക്ക് ചിന്തിക്കാനും പറ്റുന്നുള്ളൂ. ജോക്കുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അമ്മക്കിളി ദൂരേക്കൊന്നും പോയിട്ടില്ല കേട്ടോ, അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ദിവസത്തെ ഒരു ദിവസം കുറച്ച് വെള്ളം കൊണ്ടു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമുണ്ടായിട്ടില്ല, എന്നാലും ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുടിച്ചോട്ടെ, ചൂടുകാലല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ. അമ്മക്കിളി എപ്പോഴേക്കും വന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ കിളികളുടെ മാറ്റങ്ങളും അവ വലുതാവുന്നതും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഒത്തിരി മാറ്റം വന്നു. അതിൻ്റെ എന്താ പറയുക, തൂവലുകളൊക്കെ കളർ ചേഞ്ചായി, കൊക്കിന് കളർ ചേഞ്ചായി, കണ്ണുകളൊക്കെ കുറച്ച് വലുതായി. എന്താ പറയുക, ഇളം കാറ്റ് കൊണ്ട് ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു അനക്കമോ കരച്ചിലോ ഒന്നുമില്ല കേട്ടോ, പാവങ്ങളായിട്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് പേടിയുണ്ട്. വിൻഡോ തുറന്ന് ഞങ്ങൾ നോക്കുന്ന സമയത്ത് എങ്ങാനും അമ്മക്കിളി വന്ന് ഞങ്ങളെ കൊത്തോ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് പേടിച്ചാണ് ഞങ്ങൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നോക്ക്, അമ്മക്കിളിയുടെ അതേ കളറിലും ഷേപ്പിലും വലുപ്പത്തിലൊക്കെ കുട്ടിക്കിളികളായി കേട്ടോ. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അമ്മക്കിളി ഇങ്ങോട്ട് വരാതെ ആയിട്ടോ. അപ്പോൾ ഈ 2 കിളികളും കുട്ടിക്കിളികളും മാത്രമായി. കുട്ടിക്കിളിന്നൊന്നും പറയാൻ പറ്റില്ല, ഇവർ വലുതായി. ഇപ്പം അമ്മക്കിളിയുടെ പോലെ തന്നെ ആവാറായി. നമ്മൾ ആ മുട്ട കണ്ട അതിൽ നിന്ന് വിരിഞ്ഞ് ആ കുഞ്ഞു കിളികളുടെ ഇപ്പോഴത്തെ രൂപമാണിത്. എന്ത് ക്യൂട്ടാണല്ലേ. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരും അവിടെ നിന്ന് പറന്നു പോയിട്ടോ. പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമമായെങ്കിലും അത് സാരമില്ല. അവരും അവരുടെ ലോകത്ത് സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.